പേരാമ്പ്ര കടിയങ്ങാട് സ്വദേശിയായ പ്രവീൺ എന്ന 33-കാരൻ്റെ ജീവിതം ദുരിതപൂർണ്ണമെന്ന് പറഞ്ഞു മാത്രമേ ഈ വാർത്ത ആരംഭിക്കാൻ കഴിയൂ. ഏറെക്കാലമായി തലശ്ശേരിയിൽ അന്നന്നത്തെ അന്നം കണ്ടെത്തണം പെടാപ്പാടിൽ പഴയ സാധനങ്ങൾ ഉൾപ്പെടെ പെറുക്കി വിറ്റുകൊണ്ടായിരുന്നു പ്രവീണിൻ്റെ ഇത്രയും കാലമുള്ള ജീവിതം. എന്നാൽ ഇതിന് വലിയൊരു വിലങ്ങുതടിയായി ഇപ്പോൾ അദ്ദേഹത്തിന് ക്യാൻസർ പിടിപെട്ടിരിക്കുകയാണ്. ഉദാരമതികളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് തുടർന്നുള്ള ജീവിതം സാധ്യമാവൂ. തലശ്ശേരി ബസ് സ്റ്റാൻഡിന്റെ വടകര ബസ് നിർത്തുന്ന ഭാഗത്ത് സ്ഥിരമായി നിൽക്കുന്ന ആളുകൾക്ക് സുപരിചിതനാണ് പ്രവീൺ എന്ന ചെറുപ്പക്കാരൻ. ബാബു പാറാൽ എന്ന സന്നദ്ധ പ്രവർത്തകൻ ഏറെ നാളായി തലശ്ശേരിയിൽ ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ ഒരു പൊതി ഭക്ഷണം പ്രവീണിന് നൽകാറുണ്ട്. എന്നാൽ കഴിഞ്ഞ 6 മാസമായി ഈ ഭക്ഷണം പോലും പ്രവീണിന് കഴിക്കാൻ കഴിയുന്നില്ല. ഇത് ശ്രദ്ധിച്ച ബാബു പാറാൽ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ പരിയാരം ആശുപത്രിയിൽ ചികിത്സയ്ക്കായി നിർദ്ദേശിച്ചു. ഇവിടെ കാണിച്ചപ്പോഴാണ് ക്യാൻസർ ബാധ സ്ഥിരീകരിച്ചത്. ക്യാൻസർ കാരണം ഇപ്പോൾ ഇദ്ദേഹത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണമാണ് ഇദ്ദേഹത്തിന് നൽകുന്നത്. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കാരുണ്യനിധികളുടെ സഹായം കൂടിയേ തീരൂ. ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കണമെങ്കിൽ പോലും ബൈസ്റ്റാൻഡറായി ഒരാൾ കൂടെ വേണം. പ്രവീണിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായി കാരുണ്യനിധികൾ കനിഞ്ഞേ പറ്റുകയുള്ളൂ എന്ന് ബാബു പാറാൽ പറഞ്ഞു. പ്രവീൺ എന്ന് പറയുന്ന ഈ ആദിവാസി 16 കൊല്ലമായി തലശ്ശേരി പാട്ടയും കുട്ടിയൊക്കെ പഠിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ ഇവന് പുറത്ത് മുഴ അതൊക്കെ ചെറിയ രൂപത്തിലായിരുന്നു. ഇപ്പോൾ അത് വലിയതായി എന്ന് പറഞ്ഞാൽ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. വെള്ളം മാത്രമേ വളരെ പ്രയാസപ്പെട്ടു, വർത്താനം പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവരെ തലശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിൽ 1-2 പ്രാവശ്യം പോയി അവരെല്ലാം കൂടെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അവിടുന്നാണ് പറഞ്ഞത് ഇത് ക്യാൻസറാണ്, നിങ്ങൾ മലബാർ ക്യാൻസർ സെൻ്ററിൽ കൊണ്ടുപോകണം. മലബാർ ക്യാൻസർ സെൻ്ററിൽ കൊണ്ടുപോകണമെങ്കിൽ അവിടെ കൂട്ടിരിപ്പിന് ആൾ വേണം. ഒന്ന് രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇതിന് 10 പൈസ ഇല്ല, ഒരു ഐഡൻറ്റി കാർഡ് ഒന്നുപോലുമില്ല. എങ്ങനെയാണ് അവിടെ നമ്മൾ ചികിത്സ നൽകുക എന്നുള്ളതാണ് ഇതിലേക്കുള്ളൊരു വിഷയം. ഇവൻ്റെ ഈ ചികിത്സയും മറ്റും ഇവനുള്ള ഒരു പ്രതിവാസവും ഏറ്റെടുക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അത് വലിയൊരു പുണ്യമാണ്. ഇത് എന്താ വെച്ചാൽ അവർ താഴ്ന്നു നിൽക്കുന്ന ഒരു പ്രയാസമുണ്ട്. ഇവനെങ്ങനെയും സഹിക്കുന്നതെന്ന് അവന് മാത്രമേ അറിയൂ. ഭയങ്കരമായ വേദന, ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കുകയാണ്, എൻ്റെ ഈ ദയനീയാവസ്ഥ കണ്ട് ആരെങ്കിലും ഒന്ന് എൻ്റെ ഈ ഓപ്പറേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രതിവാസത്തിനുള്ള കാര്യങ്ങൾ എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ലൈഫ് മാറും. അതുപോലെ തന്നെ ഫാഷനും. ഏറ്റവും ട്രെൻഡിംഗ് ആയ വസ്ത്രവിസ്മയവുമായി ലുലു സാരീസ് അവതരിപ്പിക്കുന്നു ജോയ് ഓഫ് സെലിബ്രേഷൻ. മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും വൈവിധ്യവും ഡിസൈനുകളും ലൈഫ് കളറാക്കുവാൻ ലുലു സാരീസ് നിങ്ങൾക്കൊപ്പമുണ്ട്. എന്നും എപ്പോഴും.